സ്കൂൾ ക്ലാസ് മുറികളിൽ ബാക്ക് ബെഞ്ച് എന്ന സംവിധാനം ഒഴിവാക്കാനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുൻപേ ഈ സമ്പ്രദായം നടപ്പിലാക്കിയ സംസ്ഥാന തലസ്ഥാനത്തെ ഒരു വിദ്യാലയം കാണാം. ഇവിടെ ക്ലാസ് മുറികളെല്ലാം തന്നെ യു ഷേപ്പിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവിധതരം പരിഷ്കരണങ്ങളുടെ കാലഘട്ടമാണിപ്പോൾ. അതിലിപ്പോൾ ബാക്ക് ബെഞ്ച് സംവിധാനം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ചർച്ചയാകുമ്പോൾ അത് നേരത്തെ തന്നെ നടപ്പിലാക്കിയ സ്കൂളാണ് തൈക്കാട് ഗവൺമെന്റ് മോഡൽ LP സ്കൂൾ. ഇവിടെ പിൻനിരക്കാരില്ല, എല്ലാം മുൻനിരക്കാർ മാത്രം. കോവിഡ് കാലഘട്ടത്തിന് ശേഷം സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിന്റെ ഭാഗമായാണ് ബാക്ക് ബെഞ്ചുകളെല്ലാം ഒഴിവാക്കിയത്. കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ എല്ലാവരും തുല്യരാണെന്ന ആശയം മുൻനിർത്തി യു ആകൃതിയിലാണ് ക്ലാസ് റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ചരിഞ്ഞിരുന്ന ബോർഡിൽ നോക്കുന്ന കുട്ടികൾക്ക് പേശി ചലനത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിരം ഇരിപ്പിടമെന്ന സമ്പ്രദായവും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കുട്ടികൾ ഒരു സൈഡിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നിരന്തരം കഴുത്ത് ഇങ്ങനെ തിരിച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കേണ്ടി വരുന്ന അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. പക്ഷെ അത് നമുക്ക് പരിഹരിക്കാൻ, കാരണം സ്ഥിരമായിട്ട് ആർക്കും ഒരു സീറ്റും കൊടുക്കാതിരുന്നാൽ ഒരു ബെഞ്ചിൽ തന്നെ സ്ഥിരമായിട്ട് ഇരിക്കുക, ദിവസവും സീറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പീരീഡ് കണക്കിന് സീറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ദിവസവും ഇഷ്ടമുള്ള ഇടങ്ങളിൽ ഇരിക്കാം, കുട്ടികൾക്കും പരാതികളില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇപ്പോഴാണെങ്കിൽ സീറ്റ് എപ്പോഴും മാറ്റിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ക്ലാസ് മുറി നല്ലോണം കാണാൻ പറ്റും. ചില ആക്ടിവിറ്റീസ് ഒക്കെ ഗ്രൂപ്പായിട്ടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ബെഞ്ച് ഇങ്ങനെ വെച്ചിരിക്കണതാണ് ഇഷ്ടമുള്ളത്. പിന്നെ നമ്മൾ രാവിലെ ഇരുന്നത് ഇപ്പം അങ്ങനത്തെ അവിടെയൊക്കെ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് രാവിലെ ബോർഡൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ നമ്മൾ സബ്ജക്റ്റ് മറന്നതോ സീറ്റ് മറന്നുകൊണ്ട് ഇപ്പം നമുക്കതൊരു വിഷയമില്ല. ഓരോ വിദ്യാർത്ഥികളെയും വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നതിനും കുട്ടികൾ തമ്മിലുള്ള ആശയവിനിമയം ഫലപ്രദമായി നടത്തുവാനും ഈ രീതി ചെറിയ ക്ലാസുകളിൽ അനുയോജ്യമാണെന്ന് അധ്യാപകർ പറയുന്നു. കൊച്ചുകുട്ടികളുമായിട്ട് അധ്യാപികയ്ക്ക് ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടത്താനും കുട്ടികൾക്കും ടീച്ചറിനോടൊരു അടുപ്പം തോന്നാനും വളരെ ഉപകാരപ്രദമാണ് ഇത്തരം ക്ലാസ് മുറികൾ. കൂടാതെ രക്ഷിതാക്കൾക്കും ഈ ക്ലാസ് മുറികളോട് നല്ല യോജിപ്പാണ്. ഞങ്ങളുടെ PTA-കളിൽ ഇത് ചർച്ച ചെയ്യാറുണ്ട്. ക്ലാസുകൾ ഇത്തരത്തിൽ ക്രമീകരിക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുമെന്നത് ശരിവെക്കുമ്പോൾ കൂടുതൽ കുട്ടികളുള്ള ക്ലാസുകളിൽ അത് അപ്രായോഗികമാണെന്ന കാര്യവും അധ്യാപകർ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ LP ലെവലിലെ ക്ലാസ് എല്ലാം ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അവർ സ്ഥിരമായിട്ട് സീറ്റ് ഇരുന്നല്ല ഒരു പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ അത് LP ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് 20 കുട്ടികൾ കൂടുതലുള്ള ക്ലാസ്സിൽ, കൂടിപ്പോയ 25, അതിന്റെ അപ്പുറം കുട്ടികളുള്ള ക്ലാസ്സിൽ ഇത് ഒരു തൽക്കാലം നമുക്ക് നടപ്പിൽ വരുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു മെത്തേഡാണ് ഈ യു ഷേപ്പ് എന്ന് പറയുന്നത്. കുട്ടികൾ എല്ലാവരും മുൻനിരയിലും സമന്മാരുമാണ് എന്നുള്ള കാഴ്ചപ്പാട് വിദ്യാർത്ഥികളിലും അധ്യാപകരിലും സൃഷ്ടിക്കാൻ ഈ ആശയം നല്ലതാണ്. എന്തായാലും ഒരു വിദ്യാർത്ഥി പോലും പഠനത്തിൽ പിന്നോട്ട് പോകാതെ അവർക്ക് വേണ്ട പിന്തുണയും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുകയാണ് ഉദ്ദേശം. സത്യരാജ്, DD ന്യൂസ്, തിരുവനന്തപുരം.